ഹലോ, വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ പുതിയൊരു ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ബയോളജി 10th ബയോളജി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ തീർത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇതിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള എക്സാംസിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ പറയാം കേട്ടോ, ഓരോ പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിന്ന് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുകയെ, അതെനിക്ക് പനിയും ജലദോഷമൊക്കെ ആണ്. അപ്പോൾ അതേ വിചാരിച്ചിട്ട് ഇരുന്നാൽ പഠിക്കലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്ലാസ് ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെയെങ്കിലും വായിച്ചു പോകല്ലോ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ എന്നാണ് കേട്ടോ ഹെഡിങ്. ഇതെന്നാണ് കേട്ടോ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ ഇമ്മാനുവൽ കാർപെൻറ്റിയർ, ജെന്നിഫർ സിഡ്നെ എ ഡൗഡ്ന എന്നിവർ പങ്കിട്ടു. 2020 നോബൽ കെമിസ്ട്രിയിൽ നോബൽ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? എമ്മാനുവൽ കാർപെൻറ്ററും ജെന്നിഫർ എ ഡൗഡ്നയ്ക്കുമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയ, അതായത് ക്രിസ്പർ കാസ് എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തുന്നതിനാണ് പുരസ്കാരം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എന്ത് സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനായിരുന്നു എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്തായിരുന്നു? ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിസ്പർ കാസ് എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. 2020 രസതന്ത്ര നോബൽ പുരസ്കാരമാണ്. ജെന്നിഫർ എ ഡൗഡ്ന, എമ്മാനുവൽ കാർപെൻറ്റർ കേട്ടോ. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. നമുക്ക് DNA ഘടന നോക്കാം. നോക്കൂ, 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചു. റോസലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിന് ഇടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 1958 റോസലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA ചുറ്റുകോവണി മാതൃക ആരൊക്കെയാണ് കണ്ടെത്തിയത്? ജെയിംസ് വാട്സൺ, പിന്നെന്താണ് ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കൻസ് എന്നിവർക്ക് അത് കണ്ടെത്തിയതിനുള്ള നോബൽ പുരസ്കാരം 1962 മെഡിസിൻ വിഭാഗത്തിൽ കിട്ടിയിട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റ് നമുക്ക് മുന്നേ പഠിക്കുന്നതാണ്, എന്നാലും പറയുകയാണ്. ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കൻസ് കേട്ടോ. വാട്സൺ, ക്രിക്ക്, വിൽക്കൻസ്, ഈ 3 പേരാണ് നമ്മുടെ DNA ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയത്. അവർക്ക് 1962 മെഡിസിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫോട്ടോ 51 എന്ന് പറയുന്നിട്ടുള്ള ഒരു വേർഡ് കേട്ടോ. ഇത് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ട് ആവശ്യമുള്ള പോയിന്റുകളൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കൻസ്, ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ കേട്ടോ. DNA ചുറ്റുകോവണി മാതൃകയിൽ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ഇല്ല കേട്ടോ. അവർ കണ്ടെത്തിയിട്ടുള്ള എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന്, ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് അവർക്ക് ആ കണ്ടെത്തലിനിടയായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ ചിലപ്പോൾ എന്തുണ്ടാവും? റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ഉണ്ടായിരിക്കും. ഒരിക്കലും ചിലപ്പോൾ ഓപ്ഷനിൽ D ഒരു ഓപ്ഷനായിട്ട് തരും, ഇവരെല്ലാവരും എന്ന് പറഞ്ഞിട്ട് തരും. ഒരിക്കലും അത് ചെയ്യരുത്. ആരെയേ ഉള്ളൂ? മോറിസ് വിൽക്കൻസും ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും മാത്രമേ ഉള്ളൂ കേട്ടോ ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയത്. ഇനി ഇവിടെ അവർ കണ്ടെത്തിയിട്ടുള്ള DNA ചുറ്റുകോവണി മാതൃക കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഉണ്ടാവുന്ന ഈ ഇഴകൾ കണ്ടോ? ഈ ഇഴകളാണ് പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഇഴകളാണ് കേട്ടോ. ഇത് പഞ്ചസാരയും ഫോസ്ഫേറ്റ് ചേർന്നിട്ടുള്ള ഇഴകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പടികളുണ്ട്, നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാകുന്ന പടികളാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത് കണ്ടോ, ഗ്വാനിൻ സൈറ്റോസിൻ. ഞാൻ മുന്നത്തെ ഇതിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഗ്വാനിൻ സൈറ്റോസിനും അഡിനിൻ തൈമീനും മാത്രമായിട്ട് ജോഡി ചേരുകയുള്ളൂ കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. പിന്നെ നോക്കൂ, ഇനി ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ന്യൂക്ലിയോടൈഡ്? DNA അടിസ്ഥാന നിർമ്മാണ ഘടകത്തെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് കേട്ടോ. ഓർത്ത് വെക്കണേ, DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് കേട്ടോ. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡീഓക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഇതൊന്ന് ഓർത്തിരിക്കണേ, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ.
ഈ DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്? ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു നൈട്രജൻ ബേസും ആണ് കേട്ടോ അതിൽ ഉണ്ടായിരിക്കുക. എന്നീ ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് എന്താണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോസ്ഫേറ്റ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നത് ആരാണ്? ഫോസ്ഫേറ്റ് ആണ്. പിന്നെ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ആൽക്കലി സ്വഭാവമുള്ളൊരു സംയുക്തമാണ് എന്തെന്ന് പറയുന്നത്? നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഓർത്തിരിക്കണേ. ഇവിടെ DNA-യുടെ വലുപ്പം ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച് മീൻസ് 5 സെൻറ്റിമീറ്ററോളം നീളമുണ്ടാകും. ഒരു മനുഷ്യ കോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും. മനുഷ്യ ശരീരം ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശത്തിലെയും DNA-കളെ കൂട്ടി യോജിപ്പിച്ചാൽ അത് ഏകദേശം 67 ബില്യൺ മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. അപ്പോൾ അത്രയും വലിപ്പമുണ്ട് അല്ലേ DNA എന്ന് പറയുന്നത്, അത്രയും കൂട്ടി വെച്ചാൽ കേട്ടോ. അതായത് എന്താണ്? എല്ലാ കോശത്തിലെയും DNA-കളെ കൂട്ടി യോജിപ്പിച്ചാലാണ് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വലിപ്പം കിട്ടുള്ളൂ. പക്ഷേ ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 2 ഇഞ്ച് നീളം ഉണ്ടാകും കേട്ടോ. അത് ഓർത്തിരിക്കണേ. പിന്നെന്താണ്? 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർത്താൽ എത്രയുണ്ടാവും? ഏകദേശം 6 അടി നീളം വരും. ഇത്രയും ക്രോമസോം നോക്കാം. DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. അപ്പോൾ ക്രോമസോമിലുള്ളത് എന്തൊക്കെയാണ്? DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ചേർന്നാലാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ രൂപപ്പെടും. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ച് ചേർന്നിട്ട് എന്താവും? ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ രൂപപ്പെടും. 8 അല്ലേ? അതറിയാലോ അല്ലേ? പിന്നെന്താണ്? ഈ ഒക്ടോമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടനയാണ് ഉണ്ടാകുന്നത്. ഈ ഒക്ടോമറിനെ എന്ത് ചെയ്യും? DNA ഇഴകൾ വലയം ചെയ്യും, എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഘടന. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെയാണ് ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്രൊമാറ്റിഡുകൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമുള്ളതൊക്കെ നോട്ടാക്കിയിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഹിസ്റ്റോണ് മറക്കരുത്. ക്രോമസോമിലെ പ്രധാനമായിട്ടുള്ള പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? DNA-യും ഹിസ്റ്റോണും ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. DNA-യും ഹിസ്റ്റോണുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടീനുമാണ് കേട്ടോ ക്രോമസോമിന് മുഖ്യമായിട്ടുമുള്ളത്. ഇനി മനുഷ്യരിലെ ക്രോമസോംസുകൾ 2 രീതിയിലാണുള്ളത്. ഏതൊക്കെയാണ്? സ്വരൂപ ക്രോമസോമുകളുണ്ട്, ലിംഗനിർണ്ണയ ക്രോമസോമുകളുണ്ട്. അപ്പോൾ എന്താണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് നോക്കാം. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ സവിശേഷതകളെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് സ്വരൂപ ക്രോമസോമുകൾ. എത്ര ജോഡിയുണ്ട്? 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണുള്ളത്. അപ്പോൾ 22 ജോഡി ക്രോമസോമുകളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ. ഇവയിലൊന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതായിരിക്കും. എന്താണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ? ലിംഗനിർണ്ണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇവ എത്ര തരമുണ്ട്? 2 തരമാണുള്ളത്. ഏതൊക്കെയാണ്? എക്സും വൈയും. നോക്കൂ, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെയധികം ചെറുതായിരിക്കും. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃക്ഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. അപ്പോൾ വൈ ക്രോമസോമിലെ SRY ജീനായിരിക്കും ഭ്രൂണത്തിൽ എന്തായിരിക്കും? വൃക്ഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത് ഏതാണ്? SRY ജീനാണ് കേട്ടോ. വൈ ക്രോമസോമിലെ SRY ജീനുകളായിരിക്കും. അപ്പോൾ സ്വരൂപ ക്രോമസോമുകൾ എത്രയുണ്ട്? 22 ജോഡിയാണുള്ളത്. ലിംഗനിർണ്ണയ ക്രോമസോമുകൾ 2 ടൈപ്പാണുള്ളത്, എക്സും വൈയും ആയിരിക്കും. അതിൽ വൈ എന്തായിരിക്കും? എക്സിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. ഇവിടെ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണേ. പറയുന്നത് വ്യത്യസ്തമായ ജനിതക ഘടനകളെ കുറിച്ചിട്ടാണ് കേട്ടോ. നോക്കൂ, 44+XX 44+XY എന്നിവ സാധാരണ ജനിതക ഘടനമാണ്. പക്ഷേ മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നുണ്ട്. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികാസത്തെ സ്വാധീനിക്കുന്നു. ലിംഗനിർണ്ണയം ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത ജനിതക ഘടനയുള്ള ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. 44+X, ഒരു എക്സ് മാത്രമേ ഉള്ളൂ. ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകളായിരിക്കും. ഇവർക്ക് എന്താണ്? ടണ്ണർ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുള്ളവരായിരിക്കും. 44+XXX, 3 എക്സ് ക്രോമസോം ഉള്ള സ്ത്രീകളായിരിക്കും. ഇവർക്ക് എന്താണ്? XXX സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുള്ളവരായിരിക്കും. 44+XXY,
2 ക്രോമസോമുകളും 1 Y ക്രോമസോമുകളുമുള്ള പുരുഷന്മാരാണ്. അവർക്ക് എന്തായിരിക്കും ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുള്ളവരായിരിക്കും. 44+ XYY. ഒരു X ക്രോമസോമും 2 Y ക്രോമസോമുകളുമുള്ള പുരുഷന്മാരായിരിക്കും. അവർക്ക് എന്തായിരിക്കും XY സിൻഡ്രോം എന്നുള്ള അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. മുകളിൽ സൂചിപ്പിച്ച ജനിതക ഘടനകളുള്ള വ്യക്തികളിൽ ലിംഗനിർണ്ണയം സങ്കീർണമായിരിക്കും. ഉദാഹരണത്തിന് ടണ്ണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും. പക്ഷേ എന്താണ്, അവരിൽ കൗമാരാരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങളൊന്നും വികസിക്കില്ല. ഇനി ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്നുള്ള പുരുഷന്മാർക്ക് പുരുഷ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകും. പക്ഷെ അവർക്ക് എന്തായിരിക്കും സ്ത്രീ ലിംഗ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ അവസ്ഥകളാണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്താണ് ഓടിച്ചു വിടാതെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുക കേട്ടോ. എന്ന് വെച്ചിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നില്ല. അതിൽ തന്നെ നമ്മളെ മനുഷ്യരിൽ മോശമായിട്ടുള്ള ആളുകൾ ഉള്ളതുപോലെ തന്നെ അതിൽ മോശമായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. നല്ലതിനെ തിരഞ്ഞെടുക്കുക, ചീത്തതിനെ തള്ളിക്കളയുക. എന്ന് വെച്ചിട്ട് എല്ലാവരുടെയും ആട്ടിപ്പായിക്കുക, അവരിനെ വേർതിരിച്ച് കാണുക, അങ്ങനെയൊന്നുമില്ല. അവരും ഇതേപോലുള്ളൊരു അവസ്ഥകൾ മൂലം ഉണ്ടാകുന്നവരാണ്. അപ്പം നമുക്കും ഭാവിയിൽ നമ്മുടെ മക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഒന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവർ എന്താണ് അതിനനുസരിച്ചിട്ട് പെരുമാറുക. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നവർ, അവരെ ഒരുപാട് അനാവശ്യങ്ങൾ പറയുന്ന ആളുകളും സമൂഹത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആവാണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മളെന്താണ് നല്ലൊരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കുക, എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കുക. ജീന് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ എന്ന് പറയുന്നത് കേട്ടോ. DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ എന്ന് പറയുന്നത്. ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അപ്പോൾ എന്താണ് സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഈ ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അവിടെ ഓർത്തിരിക്കണേ. ഇനി പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും വളരെയധികം ഒരു പങ്കുണ്ട്. അപ്പോൾ ഇവിടെ RNA കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA എന്ന് പറയുന്നത്. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവയാണ് RNA-യിലെ നൈട്രജൻ ബേസുകൾ. മിക്ക RNA-ക്കും ഒരിഴ മാത്രമേ ഉള്ളൂ. അപ്പോൾ RNA-യിൽ DNA-യിൽ ഇല്ലാത്ത ഏതാണ് നൈട്രജൻ ബേസ് ഉള്ളത്? തൈമീനാണ് അല്ലേ. തൈമീൻ എവിടെയില്ല? RNA-യിൽ ഇല്ല കേട്ടോ. അത് DNA-യിൽ മാത്രമേ ഉള്ളൂ. യുറാസിന് പകരം DNA-യിൽ തൈമീനായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഇവിടെ അത്രയൊന്നും ഓർത്തിരിക്കണേ. പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള 2 പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനുമാണ്. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ മെസ്സഞ്ചർ RNA രൂപപ്പെടുന്നു. ഈ മെസ്സഞ്ചർ RNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് DNA-യിൽ ഒരു നിശ്ചിത ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ, അത് പറഞ്ഞാൽ ജീൻ എന്നാട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ മെസ്സഞ്ചർ RNA രൂപപ്പെടും. ഈ മെസ്സഞ്ചർ RNA-യിൽ എന്താണ് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ടാകും. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ട്രാൻസ്ലേഷൻ ഉണ്ട്. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ മെസ്സഞ്ചർ RNA-യിലെ നിർദ്ദേശമനുസരിച്ച് ട്രാൻസ്ഫർ RNA-കൾ ഉണ്ടാവും. നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കും. ഈ ട്രാൻസ്ഫർ RNA ആണ് എന്ത് അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് മെസ്സഞ്ചർ RNA-യിൽ എന്താണ് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും? mRNA റൈബോസോമിലെത്തിയ മെസ്സഞ്ചർ RNA-യിലെ നിർദ്ദേശമനുസരിച്ച് ട്രാൻസ്ഫർ RNA-കൾ രൂപപ്പെടുകയും അതെന്തായിരിക്കും നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കുകയും ചെയ്യും. ഈ റൈബോസോമിൻ്റെ ഭാഗമായ റൈബോസോമൽ RNA-കളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീനുകൾ നിർമ്മിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നത് കേട്ടോ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും വഴിയാണ് നിർമ്മിക്കുന്നത്. ഈ 2 പ്രോസസ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാക്കുന്ന സവിശേഷതകൾ നമ്മൾ വ്യതിയാനങ്ങൾ എന്നും പറയും. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത് കേട്ടോ. ജീനുകളാണ് ഈ ഓരോരോ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന പല ജീനുകളായിരിക്കും പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമൊക്കെ ആവുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ പറയില്ല, ഇത് നിൻ്റെ അച്ഛൻ്റെ പോലെ, അത് നിൻ്റെ അമ്മേനെ പോലെയാ. അല്ല എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഉടനെ പറയും നീ നിൻ്റെ അച്ഛൻ്റെ അതേപോലെയാന്ന് പറയൂലേ. അപ്പോൾ അതാണിത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കട്ടോ, പാരമ്പര്യം, വ്യതിയാനങ്ങൾ.
ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ എന്ത് പറയും? ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് പറയും. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതിനാൽ അദ്ദേഹത്തെ ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്നായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് കേട്ടോ. ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതകശാസ്ത്രത്തിന്റെ പിതാവ്. ഇതൊക്കെ PSC പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് പഠിക്കുന്നതാണല്ലേ നമ്മൾ. ഇനി ഇവിടെ ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ച് ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ 1822 ജൂലൈ 20 ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമമായിട്ടുള്ള ഹൈൻസിസിലാണ് ജനിച്ചത്. ബ്രൂണിലെ അഗസ്തീനിയൽ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 ഒരു പുരോഹിതനായി. 1851 1853 ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായി ഡാറ്റ വിശകലനം ചെയ്യുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഇങ്ങനെ ചോദിച്ചു കണ്ടില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ സയൻറ്റിസ്റ്റുകളെയും ചോദിക്കുന്ന ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള പോയിന്റുകൾ നോട്ട് ചെയ്തെടുക്കണേ. ഇതൊക്കെ നമുക്കൊന്ന് വായിച്ച് പോവാം. 1856 മെൻഡൽ തൻ്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ തോട്ടപ്പയർ ചെടികളിൽ പൂക്കളുടെ നിറം, വിത്തിൻ്റെ ആകൃതി തുടങ്ങി 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസങ്കീർണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടെന്ന് വിശദീകരിക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ഘടകങ്ങളെയാണ്. അപ്പോൾ ആ ഘടകങ്ങളെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ജീനുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഗ്രിഗർ മെൻഡലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേക്ഷണ നിയമങ്ങൾ, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പാരമ്പര്യ പ്രേക്ഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കും. ആരാണ്? ഗ്രിഗർ മെൻഡലാണ് കേട്ടോ. വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. 1865 തൻ്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. അടുത്ത വർഷം സസ്യസങ്കരണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിൻ്റെ കണ്ടെത്തലുകളെ അവഗണിക്കുകയാണ് ഉണ്ടായത്. 1884 ഗ്രിഗർ മെൻഡൽ അന്തരിച്ചു. 16 വർഷങ്ങൾക്ക് ശേഷം എന്താണ്? സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡി വ്രിസ്, കോൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് എന്നിവരെന്താണ് മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞു കേട്ടോ. അതോടെ എന്തായി? ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ പിന്നീട് എന്താണ്? ഒരുപാട് ശാസ്ത്രകാരുടെ നിരവധി സംഭാവനകളിലൂടെ ഏറ്റവും വിപുലമായിട്ടുള്ള ശാസ്ത്രശാഖയായിട്ട് ജനിതകശാസ്ത്രം വളർന്നിരിക്കുന്നു. ഇത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പഠിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിങ്ങനെ തന്നെ പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ക്വസ്റ്റ്യൻ വന്നതെന്ന്. ചുവന്ന പൂവുള്ള 4 മണിച്ചെടിയെ വെള്ളപ്പൂവുള്ള 4 മണിച്ചെടിയുമായി വർഗസങ്കരണം നടത്തിയാൽ പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നു. ഇനി ഇതാണ് പഠിക്കേണ്ടത്. പ്രകടഗുണത്തിൻ്റെ അലീലിന് ഗുപ്തഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കുന്നില്ല. അതിനെന്ത് പറയുന്നു? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്നാണ് പറയുന്നത്. ഇതും പഠിക്കണം കേട്ടോ. ഇതായിരിക്കും ചിലപ്പോൾ ഇനി തരാൻ പോകുന്നത്. ചുവന്ന പൂവുള്ള 4 മണിച്ചെടിയെ വെള്ളപ്പൂവുള്ള 4 മണിച്ചെടിയുമായി വർഗസങ്കരണം നടത്തിക്കഴിഞ്ഞാൽ പിങ്ക് പൂക്കളുള്ള ചെടികളായിരിക്കും ഉണ്ടായിരിക്കുക. അതിനെന്താണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകടഗുണത്തിൻ്റെ അലീലിന് ഗുപ്തഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായിട്ട് എന്താണ് മറയ്ക്കാൻ സാധിക്കാത്തതാണ് കാരണം. അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നോക്കൂ. ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് 2 അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നു. ഇതിനെ എന്താണ്? കോ ഡൊമിനൻസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് അതെന്താണ് അതിന് കാരണമായിട്ട് പറയുന്നത്? 2 അലീലുകളുടെയും ലക്ഷണങ്ങൾ എന്താണ്? ഒരേ സമയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെന്ത് പറയുന്നു? കോ ഡൊമിനൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ. ഇതാണ് ക്വസ്റ്റ്യൻ വന്നത്. മനുഷ്യനിലെ ABO ഗ്രൂപ്പ് മൾട്ടിപ്പിൾ. ഇത് എഴുതിയവർക്കൊക്കെ അറിയുണ്ടാവില്ല ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. മനുഷ്യനിലെ ABO ഗ്രൂപ്പ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ട്. IA, IB, I എന്നീ 3 അലീലുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നു. അതാണ് കേട്ടോ കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. മനുഷ്യനിലെ ABO ഗ്രൂപ്പ് രക്തഗ്രൂപ്പ് ഉണ്ടാവാൻ കാരണം എന്താണ്? രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലീലുകളുണ്ട്. ഏതൊക്കെയാണ്? IA, IB, I. ഈ 3 അലീലുകൾ എന്നാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. അതിനെ എന്ത് പറയുന്നു? മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് പറയുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ വന്നത്.
ഇതൊന്നും ഓർത്തിരിക്കണേ, ബാക്കി ഓർത്തിരിക്കണേ. ഇനി നോക്കൂ, ത്വക്കിൻ്റെ നിറവ്യത്യാസം. ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നതാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിൻ്റെ ഉൽപ്പാദനത്തിന് ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് നിറവ്യത്യാസം വരാൻ കാരണം. അതിൻ്റെ അതിൻ്റെ പേരെന്ത് പറയും? പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും പല സ്കിൻ കളേഴ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്? പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇന്നെടുത്ത ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും മുന്നത്തെ പറഞ്ഞ DNA RNA അതിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഇനിയും വീണ്ടും ഞാനിതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്